Bharathiar University SDE BA English second year, core paper number 3, Poetry. Knowledge comes, but wisdom lingers. Tennyson. അറിവ് വരുന്നു എന്നാൽ ജ്ഞാനം നിലനിൽക്കുന്നു. യൂലിസസ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ. അപ്പോൾ പ്രീ റീഡിംഗ് ആക്ടിവിറ്റി ആയിട്ട് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ തന്നെ മറ്റൊരു പോയുണ്ട്, ലോട്ടസ് ഈറ്റേഴ്സ്. അതും ഈ യൂലിസസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസസും ആ രണ്ട് പോയിംസും തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും കണ്ടെത്താൻ പറയുന്നുണ്ട്. ടെന്നിസൺ ഇടപെട്ടിട്ടുള്ള ആ ഒരു മേജർ തീം എന്താണ് എന്ന് അതിനെക്കുറിച്ചൊരു ചാർട്ട് തയ്യാറാക്കാൻ പറയാം. വിക്ടോറിയൻ റൈറ്റേഴ്സുമായിട്ട് ടെന്നിസൻ്റെ റൈറ്റിംഗ് സ്റ്റൈല് കമ്പയർ ചെയ്യാൻ. ഈ 3 കാര്യങ്ങളാണ് പ്രീ റീഡിംഗ് ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. Introduction. This poem concerns the poet's own personal journey, for it was composed in the first few weeks after Tennyson learned of the death of his dear college friend Arthur Henry Hallam in 1833. Like In Memoriam, then this poem is also an elegy for a deeply cherished friend. Ulysses, who symbolizes the grieving poet, proclaims his resolution to push onward in spite of the awareness that death closes all. Line 51. As Tennyson himself stated, the poem expresses his own need of going forward and braving the struggle of life after the loss of his beloved Hallam. അപ്പോൾ ഈ പോയറ്റിൻ്റെ സ്വന്തം ജീവിതയാത്രയെക്കുറിച്ചാണ്. ടെന്നിസൻ്റെ പ്രിയപ്പെട്ട കോളേജ് ഫ്രണ്ട് ആർത്തർ ഹെൻറി ഹലാമിൻ്റെ മരണത്തിന് കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയത്, യുലിസസ് എന്നുള്ള പോയം എഴുതിയത്. 1833 ഈ പോയം എഴുതിയത്. ഒരു മെമ്മോറിയം എന്ന പോലെ ഈ ഒരു പോയം ആ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിന് ഒരു എലിജിയാണ്, ഒരു വിലാപഗാനമാണ്, ഒരു ശോകഗാനമാണ്. ദുഃഖിതനായിട്ടുള്ള കവിയെ സിംബളൈസ് ചെയ്യുമ്പോൾ, പ്രതീകപ്പെടുത്തുമ്പോൾ മരണം എല്ലാവരുടെയും അടുത്തുണ്ട്. അത് ലൈൻ 51 ആണ്. അങ്ങനെയൊരു അവബോധം, അവയർനെസ് അത് ഉണ്ടായിട്ടും മുന്നോട്ട് പോവാനുള്ള പ്രമേയം പ്രഖ്യാപിക്കുന്നു. ടെന്നിസൺ തന്നെ പ്രസ്താവിച്ചതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ഹലാമിൻ്റെ നഷ്ടത്തിന് ശേഷം മുന്നോട്ട് പോകേണ്ടതിൻ്റെയും ജീവിത പോരാട്ടത്തിൽ ധൈര്യപ്പെടേണ്ടതിൻ്റെയും ആവശ്യകത ഈ പോയത്തിൽ പ്രകടിപ്പിക്കുന്നു. പിന്നെ എബൌട്ട് ദ ഓഥർ പറയുന്നുണ്ട്. ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ നമ്മുടെ ഓഥർ. അപ്പോൾ ഓഥറെക്കുറിച്ച് പറയുന്നുണ്ട്. ടെന്നിസൺ വാസ് ബോൺ ഇൻ സോമേഴ്സ്ബൈ, ലിങ്കൺഷെയർ, എ rector's son and fourth of 12 children. Tennyson and 2 of his elder brothers were writing poetry in their teens, and a collection of poems by all 3 was published locally when Alfred was only 17. After William Wordsworth's death in 1850, Tennyson succeeded to the position of poet laureate, which he held until his own death in 1892. Tennyson used a wide range of subject matter, ranging from medieval legends to classical myths, and from domestic situations to observations of nature, as source material for his poetry. The influence of John Keats and other romantic poets published before and during his childhood is evident from the richness of his imagery and descriptive writing. He also handled rhythm masterfully. Tennyson was a craftsman who polished and revised his manuscripts extensively. His famous works are The Lotus Eaters, In Memoriam, A.H.H., Idylls of the King, The Lady of Shalott, etc. അപ്പോൾ ടെന്നിസൺ സോംസ്ബൈ ലിങ്കൺഷെയറിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരു റെക്ടറായിരുന്നു, പാതിരിയായിരുന്നു. 12 മക്കളിൽ 4-മനായിരുന്നു ടെന്നിസൺ. ടെന്നിസൻ്റെ 2 എൽഡർ ബ്രദേഴ്സും ടീൻസിൽ, അവരുടെ ടീനേജ് സമയത്ത്, കൗമാരകാലത്ത് പോയട്രീസ് എഴുതുമായിരുന്നു. അങ്ങനെ
ആൽഫ്രഡ് ലോർഡ് ടെന്നിസന് 17 വയസ്സായ സമയത്ത് ഇവരുടെ 3 പേരുടെയും പോയംസ് വെച്ചിട്ട് ലോക്കലി പബ്ലിഷ് ചെയ്തു. 1850 വില്യം വേർഡ്സ്വർത്തിൽ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനമായിട്ടുള്ള പോയറ്റ് ലോറിയേറ്റ് ടെന്നിസന് നേടി. അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ 1892 അദ്ദേഹത്തിൻ്റെ മരണം വരെ അത് തുടർന്നു. ടെന്നിസന് മിഡീവൽ ലെജൻഡ്സ് മുതൽ ക്ലാസിക്കൽ മിത്സ്, ക്ലാസിക്കലായിട്ടുള്ള കെട്ടുകഥകൾ, അതുപോലെ ഡൊമസ്റ്റിക് സിറ്റുവേഷൻസ്, ഒബ്സർവേഷൻസ് ഓഫ് നേച്ചറിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പോയംസിലെ അല്ലെ പോയട്രിയിലെ സബ്ജക്റ്റിൻ്റെയൊക്കെ സോഴ്സ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ജോൺ കീറ്റ്സ് പോലുള്ള റൊമാൻറ്റിക് പോയിറ്റ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിൽ അദ്ദേഹം ആണെങ്കിലും അതിന് മുമ്പാണെങ്കിലുമൊക്കെ ഒരുപാട് ഇമാജറി ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം റിതവും നന്നായിട്ട് കൈകാര്യം ചെയ്തിരുന്നു. തൻ്റെ കൈയെഴുത്തു പ്രതികൾ മിനുക്കുകയും പരിഷ്കരിക്കുകയും ചെയ്ത ഒരു ശില്പിയായിരുന്നു അദ്ദേഹം, ക്രാഫ്റ്റ്സ്മാൻ ശില്പി. ലോട്ടസ് ഈറ്റേഴ്സ്, ഇൻ മെമ്മോറിയം AHH, ഐഡിൽസ് ഓഫ് ദ കിങ്, ദ ലേഡി ഓഫ് ഷാലൗട്ട് എക്സെട്ര ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ്. അപ്പോൾ ടെക്സ്റ്റ് ഓഫ് ദ പോയം. ഇറ്റ് ലിറ്റിൽ പ്രോഫിറ്റ്സ് ദാറ്റ് ആൻ ഐഡിയൽ കിങ് ബൈ ദിസ് സ്റ്റിൽ ഹെർത്ത് എമംഗ് ദീസ് ബാരൻ ക്രാക്സ് matched with an aged wife, I met and doll, unequal loss unto a savage race, that hoard and sleep and feed, and no, not me. നിഷ്ക്രിയനായ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ഒരു രാജാവിന് പ്രോഫിറ്റ് കുറവാണ്, ലാഭം കുറവാണ്, ഐഡിൽ നിഷ്ക്രിയം. ബൈ ദിസ് സ്റ്റിൽ ഹെർത്ത്, ഈ നിശ്ചലമായ അടുപ്പിലൂടെ, ഹെർത്ത് അടുപ്പ്. എമംഗ് ദീസ് ബാരൻ ക്രാക്സ്, ഈ വന്യമായ പാറക്കെട്ടുകൾക്കിടയിൽ, ക്രാക്സ് പാറകൾ. മാച്ച്ഡ് വിത്ത് ആൻ ഏജ്ഡ് വൈഫ്, പ്രായമായ ഭാര്യയുമായി പൊരുത്തപ്പെട്ടു. ഐ മേറ്റ് ആൻഡ് ഡോൾ അൺഈക്വൽ ലോസ് അൺടു എ സേവേജ് റേസ്, ഞാൻ ഒരു കാട്ടാള വംശത്തിന് തുല്യമല്ലാത്ത നിയമങ്ങൾ പാലിക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഹോഡ് ആൻഡ് സ്ലീപ്പ് ആൻഡ് ഫീഡ് ആൻഡ് നോ നോട്ട് മീ, ആ പൂഴ്ത്തിവെപ്പ്, ആ ഉറക്കം, ആ ഭക്ഷണം കഴിക്കല്ല, എന്നെ അറിയുന്നില്ല. ഐ ക്യാനോട്ട് റെസ്റ്റ് ഫ്രം ട്രാവൽ, I will drink life to the lees. All times I have enjoyed greatly, have suffered greatly, both with those that loved me and alone. On shore and when through scudding drifts, the rainy Hyats, west the dim sea, I am become a name. For always roaming with a hungry herd, much have I seen and known. Cities of men and manners, climates, councils, governments, myself not least, but honored of them all, and drunk delight of battle with my peers, far on the ringing plains of windy Troy. അപ്പോൾ ഐ കനോട്ട് റെസ്റ്റ് ഫ്രം ട്രാവൽ, എനിക്ക് യാത്രയിൽ നിന്ന് വിശ്രമിക്കാൻ കഴിയില്ല. ഐ വിൽ ഡ്രിങ്ക് ലൈഫ് ടു ദ ലീസ്, അട്ടകൾക്ക് ഞാൻ ജീവിതം നൽകും. ഓൾ ടൈംസ് ഐ ഹാവ് എൻജോയ്ഡ് ഗ്രേറ്റ്ലി, എല്ലാ സമയത്തും ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. ഹാവ് സഫേർഡ് ഗ്രേറ്റ്ലി, ഞാൻ ഒരുപാട് ദുരിതം അനുഭവിച്ചു. ബോത്ത് വിത്ത് ദോസ് ദാറ്റ് ലവ്ഡ് മീ, രണ്ടും കൂടെ എന്നെ സ്നേഹിച്ചു. ആൻഡ് എലോൺ, എന്നെ ഒറ്റയ്ക്കാക്കി. ഓൺ ഷോർ, കരയിൽ, ഷോർ കര. And when through scudding drifts, the rainy Hyats west the dim sea. സ്കഡിങ് ഡ്രിഫ്റ്റിലൂടെ റെയിനി ആയിട്ടുള്ള മഴ പെയ്യുന്ന ഹയാർട്സ് വെസ്റ്റിൽ, ദ ഡിം സീ, മങ്ങിയ കടൽ. ഐ ആം ബിക്കം എ നെയിം, ഞാൻ ഒരു പേരായി മാറി. ഫോർ ഓൾവേസ് റോമിങ് വിത്ത് എ ഹംഗ്രി ഹേർട്ട്, വിശക്കുന്ന ഹൃദയത്തോടെ എപ്പോഴും റോം ചെയ്യുന്നതിന്, എപ്പോഴും കറങ്ങുന്നതിന്. മച്ച് ഹാവ് ഐ സീൻ ആൻഡ് നോ, ഞാൻ പലതും കാണുകയും അറിയുകയും ചെയ്തിട്ടുണ്ട്. സിറ്റീസ് ഓഫ് മെൻ ആൻഡ് മാനേഴ്സ്, ക്ലൈമറ്റ്സ്, കൗൺസിൽസ്, ഗവൺമെൻറ്റ്സ്, മൈസെൽഫ് നോട്ട് ലീസ്റ്റ് ബട്ട് ഹോണേഡ് ഓഫ് ദം ഓൾ, മനുഷ്യരുടെ നഗരങ്ങൾ,
മാനേഴ്സ് മര്യാദകൾ, ക്ലൈമറ്റ്സ് കാലാവസ്ഥകൾ, കൗൺസിൽസ് ഗവൺമെൻറ്. ഞാൻ വളരെ കുറഞ്ഞതല്ല, അവരെല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്നു. ആൻഡ് ഡ്രങ്ക് ഡിലൈറ്റ് ഓഫ് ബാറ്റിൽ വിത്ത് മൈ പിയേഴ്സ്. ഒപ്പം എൻ്റെ സമപ്രായക്കാരുമായിട്ടുള്ള എൻ്റെ പിയേഴ്സുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ലഹരിയും. ഡിലൈറ്റ് ലഹരി. ഫാർ ഓൺ ദ റിംഗിങ് പ്ലെയിൻസ് ഓഫ് വിൻഡി ട്രോയ്. കാറ്റുള്ള ട്രോയയുടെ മുഴങ്ങുന്ന സമതലങ്ങളിൽ. അകലെ. ഫാർ അകലെ ബഹുദൂരം. I am part of all that I have met, yet all experience is an arc wherethrough gleams that untravelled world, whose margin fades forever and forever when I move. I am part of all that I have met. ഞാൻ കണ്ടുമുട്ടിയ എല്ലാത്തിൻ്റെയും ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് ഞാൻ. യെറ്റ് ഓൾ എക്സ്പീരിയൻസ് ഇസ് ആൻ ആർക്ക് വേർത്ത് ത്രൂ. എല്ലാ അനുഭവങ്ങളും ഒരു ആർക്കാണ്, ഒരു കമാനമാണ്. വേർ ത്രൂ ഗ്ലീംസ് ദാറ്റ് അൺട്രാവൽഡ് വേൾഡ്. അതിലൂടെ കടന്നു പോകാത്ത ലോകം തിളങ്ങുന്നു, ഗ്ലീംസ് തിളങ്ങുന്നു. ഹൂസ് മാർജിൻ ഫേഡ്സ് ഫോർ എവർ ആൻഡ് ഫോർ എവർ വെൻ ഐ മൂവ്. ഞാൻ മൂവ് ചെയ്യുമ്പോൾ, ഞാൻ ചലിക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ നീങ്ങുമ്പോൾ അവരുടെ മാർജിൻ എന്നേക്കുമായിട്ട് ഫെയ്ഡാവുന്നു, മങ്ങുന്നു. ഹൗ ഡൾ ഇറ്റ് ഈസ് ടു പോസ്, to make an end, to rest unburnished, not to shine in use, as though to breathe were life. താൽക്കാലികമായി നിർത്തുന്നത് എത്ര വിരസമാണ്. അത് അവസാനിപ്പിക്കാൻ, അത് കരിഞ്ഞു പോകാതെ തുരുമ്പെടുക്കാൻ. അൺബേണിഷ്ഡ് കരിഞ്ഞു പോവാതെ. റെസ്റ്റ് തുരുമ്പ്. ഉപയോഗത്തിൽ തിളങ്ങാനല്ല. ബ്രീത്ത് ശ്വാസം, ജീവൻ എന്ന പോലെ. Life piled on life were all too little, and of one to me little remains, but every hour is saved from that eternal silence, something more, a brancher of new things, and while it were for some 3 suns to store and hoard myself, and this grey spirit yearning in desire to follow knowledge like a sinking star, beyond the utmost bound of human thought. അപ്പോൾ ലൈഫ് പൈൽഡ് ഓൺ ലൈഫ്, ജീവിതം ജീവിതത്തിന്മേൽ കുന്നുകൂടി. പൈൽഡ് കുന്നുകൂടി, കൂമ്പാരമായി. രണ്ടും സെയിം മീനിങ് ആണ്. വേർ ഓൾ ടു ലിറ്റിൽ, എല്ലാം വളരെ കുറവായിരുന്നു. ആൻഡ് ഓഫ് വൺ ടു മീ ലിറ്റിൽ റിമൈൻസ്, എനിക്ക് ഒരു ചെറിയ റിമൈൻസും ശേഷിപ്പും. ബട്ട് എവറി ഹവർ ഈസ് സേവ്ഡ് ഫ്രം ദാറ്റ് എറ്റേണൽ സൈലൻസ്. എന്നാൽ ഓരോ മണിക്കൂറും ആ ശാശ്വത നിശബ്ദതയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു. സംതിങ് മോർ, കൂടുതൽ എന്തെങ്കിലും. എ ബ്രിങ്ങർ ഓഫ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നവൻ. ബ്രിങ്ങർ കൊണ്ടുവരുന്നവൻ. ആൻഡ് വൈൽ ഇറ്റ് വർ ഫോർ സം 3 സൺസ് ടു സ്റ്റോർ ആൻഡ് ഹോഡ് മൈസെൽഫ്. 3 സൂര്യന്മാർ എന്നെ തന്നെ സംഭരിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നത് നീചമായിരുന്നു. വയല് നീചമായ, ഹോഡ് പൂഴ്ത്തിവെക്കുക. ആൻഡ് ദിസ് ഗ്രേ സ്പിരിറ്റ് യേണിംഗ് ഇൻ ഡിസയർ, ഈ നരച്ച ആത്മാവും മോഹത്തിൽ കൊതിക്കുന്നു. യേണിംഗ് കൊതിക്കുക. ടു ഫോളോ നോളജ് ലൈക്ക് എ സിങ്കിങ് സ്റ്റാർ, മുങ്ങുന്ന നക്ഷത്രം പോലെ അറിവിനെ പിന്തുടരാൻ. സിങ്കിങ് മുങ്ങുന്ന. ബിയോണ്ട് ദ അറ്റ്മോസ്റ്റ് ബൗണ്ട് ഓഫ് ഹ്യൂമൻ തോട്ട്, മനുഷ്യചിന്തയുടെ അതിരുകൾക്കപ്പുറം. ദിസ് ഈസ് മൈ സൺ, മൈ ഓൺ ടെലമാച്ചസ്, ടു whom I leave the scepter and the isle, well loved of me, discerning to fulfill this labor, by slow prudence to make mild a rugged people, and through soft degrees subdue them to the useful and the good. അപ്പോൾ ഇത് എൻ്റെ മകനാണ്, എൻ്റെ സ്വന്തം ടെലമാക്കസ്. ചെങ്കോലും ദ്വീപും ഞാൻ അവന് വിട്ടുകൊടുക്കുന്നു. സെപ്റ്റോ ചെങ്കോല്. അയൽ ദ്വീപ്. വെൽ ലവ്ഡ് ഓഫ് മീ, എന്നെ നന്നായി സ്നേഹിക്കുന്നു. ഡിസേണിങ് ടു ഫുൾഫിൽ ദിസ് ലേബർ, ഈ അധ്വാനം നിറവേറ്റാനായി ഡിസേണിങ് ആയിട്ടുള്ള, വിവേചിച്ചറിയാൻ. ബൈ സ്ലോ പ്രുഡൻസ് ടു മേക്ക് മൈൽഡ്, മന്ദഗതിയിലുള്ള വിവേകത്താൽ സൗമ്യമാക്കുക. പ്രുഡൻസ് വിവേകം, മൈൽഡ് സൗമ്യമായ. എ റാഗഡ് പീപ്പിൾ,
എ റഗ്ഗഡ് പീപ്പിൾ. റഗ്ഗഡ് മീൻസ് പരുക്കൻ, ഒരു പരുക്കനായിട്ടുള്ള ജനം. ആൻഡ് ത്രൂ സോഫ്റ്റ് ഡിഗ്രീസ്, സോഫ്റ്റായിട്ടുള്ള മൃദുവായിട്ടുള്ള ഡിഗ്രികളിലൂടെയും. സബ്ഡ്യൂ ദം ടു ദ യൂസ്ഫുൾ ആൻഡ് ദ ഗുഡ്. സബ്ഡ്യൂ കീഴടക്കുക, അവരെ കീഴടക്കുക. ടു ദ യൂസ്ഫുൾ ആൻഡ് ദ ഗുഡ്, ഉപകാരപ്രദവും നല്ലതുമായിട്ടുള്ളത്. മോസ്റ്റ് ബ്ലെയിംലെസ് ഈസ് ഹീ, centered in the sphere of common duties, decent not to fail in offices to tenderness, and pay meet adoration to my household gods. When I am gone, he works his work, I mine. അപ്പം മോസ്റ്റ് ബ്ലെയിംലെസ് ഈസ് ഹീ, അവൻ ഏറ്റവും കുറ്റമറ്റതാണ്, എന്ന് വെച്ചാൽ കുറ്റങ്ങളൊന്നുമില്ലാത്തതാണ്, നിഷ്കളങ്കനാണ്. ഹീ സെൻറ്റേർഡ് ഇൻ ദ സ്ഫിയർ ഓഫ് കോമൺ ഡ്യൂട്ടീസ്, പൊതു ചുമതലകളുടെ മണ്ഡലത്തിൽ സെൻറ്റർ ചെയ്ത് കേന്ദ്രീകരിച്ചു. ഡീസൻറ്റ് നോട്ട് ടു ഫെയിൽ ഇൻ ഓഫീസസ് ഓഫ് ടെൻഡർനെസ്, ടെൻഡർനെസ്സിൻ്റെ ഓഫീസുകളിൽ പരാജയപ്പെടാതിരിക്കാൻ ഡീസൻ്റാണ്, മാന്യമാണ്. ടെൻഡർ എന്ന് വെച്ചാൽ ബലഹീനമായ, കുഴഞ്ഞ എന്നൊക്കെയാണ് മീനിങ്. ആൻഡ് പേ മീറ്റ് അഡോറേഷൻ ടു മൈ ഹൗസ് ഹോൾഡ് ഗോഡ്സ്, എൻ്റെ ഗ്രഹദേവങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നു. അഡോറേഷൻ ആരാധിക്കുക. വെൻ ഐ ആം ഗോൺ, ഞാൻ പോയപ്പോൾ. ഹി വർക്ക്സ് ഹിസ് വർക്ക്, ഐ മൈൻ, അവൻ അവൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ എൻ്റേതും. ദർ ലൈസ് ദ പോർട്ട്, ദ വെസൽ പഫ്സ് ഹെർ സെയിൽ, ദർ ഗ്ലൂം ദ ഡാർക്ക് ബ്രോഡ് സീസ്. ദർ ലൈസ് ദ പോർട്ട്, അവിടെ തുറമുഖം കിടക്കുന്നു. പോർട്ട് തുറമുഖം. ദ വെസൽ പഫ്സ് ഹെർ സെയിൽ, കപ്പൽ അവളെ ചലിപ്പിക്കുന്നു. വെസൽ കപ്പൽ, സെയിൽ കപ്പൽ പുറപ്പെടുക, കപ്പൽ ചലിക്കുക. ദർ ഗ്ലൂം ദ ഡാർക്ക് ബ്രോഡ് സീസ്, ഇരുണ്ട വിശാലമായ കടലുകൾ അവിടെ ഇരുട്ടാകുന്നു. ഗ്ലൂം ഇരുട്ട്, ബ്രോഡ് വിശാലമായ. മൈ മാരിനേഴ്സ്, souls that have toiled and wrought and thought with me, that ever with a frolic welcome took the thunder and the sunshine, and opposed free hearts, free foreheads. You and I are old. Old age had yet his honor and his toil. Death closes all, but something ere the end. Some work of noble note may yet be done, not unbecoming men that stow with gods. My mariners, എൻ്റെ നാവികർ. souls that have toiled, അധ്വാനിച്ച ആത്മാക്കൾ. toiled അധ്വാനിച്ചു. and wrought and thought with me, wrought ഉണ്ടാക്കി, thought ചിന്തിച്ചു, with me എൻ്റെ കൂടെ. that ever with a frolic welcome took the thunder and the sunshine, ആഹ്ലാദകരമായ വരവേൽപ്പോടെ തണ്ടറും ഇടിമുഴക്കവും സൺഷൈനും സൂര്യപ്രകാശവും ഏറ്റുവാങ്ങി. ഫ്രോലിക് വെൽക്കം, ആഹ്ലാദകരമായ സ്വാഗതം അല്ലെങ്കിൽ ഉല്ലാസകരമായ. ആൻഡ് ഒപ്പോസ്ഡ്, ഫ്രീ ഹേർട്സ്, ഫ്രീ ഫോർ ഹെഡ്സ്. യു ആൻഡ് ഐ ആർ ഓൾഡ്, എതിർക്കുന്ന സ്വതന്ത്ര ഹൃദയങ്ങൾ, സ്വതന്ത്ര നെറ്റികൾ. നിങ്ങൾക്കും എനിക്കും വയസ്സായി. ഓൾഡ് ഏജ് ഹാഡ് യെറ്റ് ഹിസ് ഹോണർ ആൻഡ് ഹിസ് ടോയിൽ, വാർദ്ധക്യത്തിൽ അവൻ്റെ ബഹുമാനവും അധ്വാനവും ഉണ്ടായിരുന്നു. ഡെത്ത് ക്ലോസസ് ഓൾ, മരണം എല്ലാവരുടെയും അടുത്തുണ്ട്. ബട്ട് സംതിങ് എയർ ദ എൻഡ്, പക്ഷേ എന്തോ അത് അവസാനമാണ്. സം വർക്ക് ഓഫ് നോബിൾ നോട്ട്, മാന്യമായ ചില പ്രവൃത്തികൾ. മേ യെറ്റ് ബി ഡൺ, ഇനിയും ചെയ്തേക്കാം. നോട്ട് അൺബെക്കമിങ് മെൻ ദാറ്റ് സ്ട്രോ വിത്ത് ഗോഡ്സ്, ദൈവത്തോട് കലഹിച്ച യോഗ്യരല്ലാത്ത മനുഷ്യരല്ല. അൺബെക്കമിങ് യോഗ്യരല്ല, അൺബെക്കമിങ് വേർഡ് മീനിങ് അനുചിതം, അയോഗ്യർ എന്നൊക്കെയാണ്. ദ ലൈറ്റ്സ് ബിഗിൻ ടു ട്വിങ്കിൾ ഫ്രം ദ റോക്സ്, ദ ലോങ് ഡേ വെയിൻസ്, ദ സ്ലോ മൂൺ ക്ലൈംസ്, ദ ഡീപ്പ് മോൺസ് റൗണ്ട് വിത്ത് മെനി വോയിസസ്. പാറയിൽ നിന്ന് വിളക്കുകൾ തിളങ്ങാൻ തുടങ്ങുന്നു. നീണ്ട ദിവസം ക്ഷയിക്കുന്നു. വെയിൻസ് വേർഡ് മീനിങ് ക്ഷയിക്കുന്നു. പതുക്കെ ചന്ദ്രൻ കയറുന്നു. അഗാധങ്ങളായിട്ടുള്ള ഞരക്കങ്ങൾ പല ശബ്ദങ്ങളോടെ മുഴങ്ങുന്നു. മോൺസ് വിലാപങ്ങൾ, ഞരക്കങ്ങൾ. കം മൈ ഫ്രണ്ട്സ്,
This not too late to seek a newer world. വരൂ എൻ്റെ സുഹൃത്തുക്കളെ, ഒരു പുതിയ ലോകം തേടാൻ ഇനിയും വൈകിയിട്ടില്ല. Push off and sitting well in order's might. The surrounding furrows for my purpose holds to sail beyond the sunset and the buds of all western stars until I die. Push off, തള്ളുക. നന്നായി ഇരുന്നു കൊണ്ട് ശബ്ദമുണ്ടാക്കുന്ന ചാലുകളെ ഇടിക്കുക. ഫറോസ്, ചാലുകൾ. സ്മൈറ്റ്, അടിക്കുക അല്ലെങ്കിൽ ഇടിക്കുക. എന്തുകൊണ്ടെന്നാൽ സൂര്യാസ്തമയത്തിനപ്പുറം കപ്പൽ കയറുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. എല്ലാ പടിഞ്ഞാറൻ നക്ഷത്രങ്ങളുടെയും കുളികളും until I die, ഞാൻ മരിക്കുന്നത് വരെ. It may be that the girls will wash us down. It may be we shall touch the happy isles and see the great Achilles whom we knew. ചിലപ്പോൾ ഉൾക്കടലുകൾ നമ്മളെ കഴുകിക്കളഞ്ഞേക്കാം. ഗൾഫ്സ്, ഉൾക്കടലുകൾ. ഒരുപക്ഷെ നമ്മൾ ഹാപ്പി ഐലുകളെ സന്ദർശിക്കും, ഹാപ്പി ആയിട്ടുള്ള ദ്വീപുകളെ സന്ദർശിക്കും. ആൻഡ് സീ ദ ഗ്രേറ്റ് അക്കിലസ് ഹോം വി ന്യൂ, നമുക്കറിയാവുന്ന മഹാനായ അക്കിലസിനെ കാണും. തോ മച്ച് ഇസ് ടേക്കൺ മച്ച് അബൈഡ്സ് ആൻഡ് തോ വി ആർ നോട്ട് നൗ ദാറ്റ് സ്ട്രെങ്ത് വിച്ച് ഇൻ ദ ഓൾഡ് ഡേയ്സ് മൂഡ് എർത്ത് ആൻഡ് ഹെവൻ, ദാറ്റ് വിച്ച് വി ആർ വൺ ഈക്വൽ ടെമ്പർ ഓഫ് ഹീറോയിക് ഹേർട്സ് made weak by time and fate, but strong in will to strive, to seek, to find and not to yield. വളരെയധികം എടുത്തിട്ടുണ്ടെങ്കിലും വീണ്ടും വളരെയധികം അബൈഡ് ചെയ്യുന്നു, നിലനിൽക്കുന്നു. We are not now that strength which in the old days, ഞങ്ങൾ പഴയ കാലത്തെ ആ ശക്തി അല്ലെങ്കിലും മൂഡ് എർത്ത് ആൻഡ് ഹെവൻ, ഭൂമിയെയും ഹെവൻ, സ്വർഗം, ഇവിടെ ആകാശം എന്നാണ് മീനിങ്, ഭൂമിയെയും ആകാശത്തെയും ചലിപ്പിച്ച ആ ഒരു പഴയ ശക്തിയല്ല നമ്മളിപ്പോൾ. നാം എന്താണോ അതാണ് നമ്മൾ. ഞങ്ങൾ വീരഹൃദയങ്ങളുടെ സമപ്രായക്കാരാണ്. ഈക്വൽ ടെമ്പർ, സമപ്രായക്കാർ. കാലവും വിധിയും കൊണ്ട് വീക്കാക്കി, ദുർബലമാക്കി. എന്നാൽ പരിശ്രമിക്കാനുള്ള ഇച്ഛാശക്തിയിൽ ശക്തരാണ്. സ്ട്രൈവ്, പരിശ്രമിക്കുക. ടു സീക്ക്, അന്വേഷിക്കാൻ. ടു ഫൈൻഡ്, കണ്ടെത്താൻ. ആൻഡ് നോട്ട് ടു yield, വഴങ്ങാനല്ല, കീഴടങ്ങാനല്ല. yield, വഴങ്ങുക, കീഴടങ്ങുക. നെക്സ്റ്റ് സമ്മറി. യുലിസസ്, Odysseus declares that there is little point in his staying home by this still hearth with his old wife, doling out rewards and punishments for the unnamed masses who live in his kingdom. തൻ്റെ രാജ്യത്ത് താമസിക്കുന്ന പേര് അറിയാത്ത, അൺനെയിംഡ് ആയിട്ടുള്ള, പേരില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് പ്രതിഫലവും ശിക്ഷയും നൽകിക്കൊണ്ട് തൻ്റെ വൃദ്ധയായ ഭാര്യയോടൊപ്പം ഈ നിശ്ചലമായ അടുപ്പിൽ താമസിക്കുന്നതിൽ കാര്യമൊന്നുമില്ല എന്ന് യൂലിസസ് പ്രഖ്യാപിക്കുന്നു. Still speaking to himself, he proclaims that he cannot rest from travel, but feels compelled to live to the fullest and swallow every last drop of life. He has enjoyed all his experiences as a sailor who travels the seas, and he considers himself a symbol for everyone who wanders and roams the earth. His travels have exposed him to many different types of people and ways of living. They have also exposed him to the delight of battle while fighting the Trojan War in his men. Ulysses declares that his travels and encounters have shaped who he is. I am a part of all that I have met, he asserts, and it is only when he is traveling that the margin of the globe that he has not yet traversed shrink and fade and cease to guard him. അപ്പോൾ അയാൾ സ്വയം സംസാരിക്കുമ്പോൾ യാത്രയിൽ നിന്ന് വിശ്രമിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. എന്നാൽ പൂർണ്ണമായി വിശ്രമിക്കാനും ജീവിതത്തിൻ്റെ അവസാന തുള്ളി വിഴുങ്ങാനും അദ്ദേഹം നിർബന്ധിതനാകുന്നു. കടലിലൂടെ സഞ്ചരിക്കുന്ന ഒരു നാവികൻ എന്ന നിലയിൽ എല്ലാ അനുഭവങ്ങളും അവൻ ആസ്വദിച്ചു. ഭൂമിയിൽ അലഞ്ഞു തിരിയുന്ന എല്ലാവരുടെയും പ്രതീകമായി അവൻ സ്വയം വിചാരിച്ചു. അവൻ്റെ യാത്രകൾ പലതരത്തിലുള്ള ആളുകളിലേക്കും ജീവിത രീതികളിലേക്കും തുറന്നു കാട്ടി.
തൻ്റെ ആളുകളുമായി ട്രോജൻ യുദ്ധത്തിൽ പോരാടുമ്പോൾ അവർ അവനെ യുദ്ധത്തിൻ്റെ ആനന്ദത്തിലേക്ക് തുറന്നു കാട്ടി. തൻ്റെ യാത്രകളും കണ്ടുമുട്ടലുകളും താൻ ആരാണെന്ന് രൂപപ്പെടുത്തിയെന്ന് യൂലിസസ് പ്രഖ്യാപിക്കുന്നു. ഞാൻ കണ്ടുമുട്ടിയ എല്ലാത്തിൻ്റെയും ഭാഗമാണ് ഞാൻ എന്ന് യൂലിസസ് പറയുന്നു. അസേർട്ട് ചെയ്യുന്നു, ഉറപ്പിച്ചു പറയുന്നു. അവൻ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് ഭൂഗോളത്തിൻ്റെ മാർജിൻ അവൻ ഇതുവരെ കടന്നിട്ടില്ലാത്തതോ ചുരുങ്ങുകയും മങ്ങുകയും ചെയ്യുന്നത്, അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. ട്രവേഴ്സഡ് സഞ്ചരിച്ചു, ഷ്രിങ്ക് ചുരുങ്ങുക, ഫേഡ് മങ്ങുക, സീസ് നിർത്തുക, ഗോഡ് പ്രോത്സാഹിപ്പിക്കുക. Ulysses declares that it is boring to stay in one place and that to remain stationary is to rust rather than to shine. To stay in one place is to pretend that all there is to life is the simple act of breathing, whereas he knows that in fact life contains much novelty and he longs to encounter this. His spirit yearns constantly for new experiences that will broaden his horizons. He wishes to follow knowledge like a singing star and forever grow in wisdom and in learning. ഒരിടത്ത് തന്നെ താമസിക്കുന്നത് വിരസമാണെന്നും നിശ്ചലമായി തുടരുന്നത് തിളങ്ങുന്നതിനേക്കാൾ തുരുമ്പെടുക്കുന്നത് പോലെയാണെന്ന് യുലിസസ് പ്രഖ്യാപിക്കുന്നു. ഒരിടത്ത് തങ്ങുക എന്നത് ജീവിതത്തിനുള്ളത് ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് ആണെന്നുള്ള ലളിതമായ പ്രവൃത്തിയാണെന്ന് നടിക്കുക എന്നതാണ്. അതേസമയം ജീവിതത്തിൽ വളരെയധികം പുതുമകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അവനറിയാം. മാത്രമല്ല ഇത് നേരിടാൻ അവൻ ആഗ്രഹിക്കുന്നു. പ്രിറ്റൻഡ് നടിക്കുക, നോവൽറ്റി പുതുമ. അവൻ്റെ ഹൊറിസൺസ്, അവൻ്റെ ചക്രവാളങ്ങൾ വിശാലമാക്കുന്ന പുതിയ അനുഭവങ്ങൾക്കായി അവൻ്റെ ആത്മാവ് നിരന്തരം കൊതിക്കുന്നു. ഒരു മുങ്ങുന്ന നക്ഷത്രം പോലെ അറിവിനെ പിന്തുടരാൻ എന്നും ജ്ഞാനത്തിലും പഠനത്തിലും വളരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. യേൺസ് കൊതിക്കുന്നു. Ulysses now speaks to an unidentified audience concerning his son Telemachus, who will act as his successor while the great hero resumes his travels. He says, "This is my son, mine own Telemachus, to whom I leave the scepter and the isle." He speaks highly but also patronizingly of his son's capabilities as a ruler, praising his prudence, dedication, and devotion to the gods. Telemachus will do his work of governing the island while Ulysses will do his work of traveling the seas. He works his work, I mine. മഹാനായ നായകൻ തൻ്റെ യാത്രകൾ പുനരാരംഭിക്കുമ്പോൾ അവൻ്റെ പിൻഗാമിയായി പ്രവർത്തിക്കുന്ന മകൻ ടെലമാക്കസിനെ കുറിച്ച് യുലിസസ് ഇപ്പോൾ ഒരു അജ്ഞാത പ്രേക്ഷകനോട് സംസാരിക്കുന്നു. അവൻ പറയുന്നു, ഇതാണ് എൻ്റെ മകൻ, എൻ്റെ സ്വന്തം ടെലമാക്കസ്. ഞാൻ സ്കെപ്റ്റർ, ചെങ്കോലും ഐല് ദ്വീപും വിടുന്നത് ഇവൻ്റെ അടുത്താണ്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ മകൻ്റെ കഴിവുകളെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്നു. മാത്രമല്ല അവൻ്റെ വിവേകത്തെയും സമർപ്പണത്തെയും ദൈവങ്ങളോടുള്ള ഭക്തിയെയും പ്രശംസിച്ചു. പാട്രോണൈസിംഗ്ലി വേർഡ് മീനിങ് രക്ഷാധികാരിയായി, അതായത് അച്ഛൻ മകൻ്റെ രക്ഷാധികാരിയായി എന്ന നിലക്കാണ് സംസാരിച്ചത്. ടെലമാക്കസ് ഐലൻഡ്സ് ദ്വീപുകൾ ഭരിക്കുന്ന സമയത്ത്, ഗവേണിംഗ് ഭരിക്കുന്നത്, ആ സമയത്ത് യൂലിസസ് കടലിൽ സഞ്ചരിക്കുന്ന ആ ഒരു വർക്ക് ചെയ്യും. ഹി വർക്ക്സ് ഹിസ് വർക്ക് ഐ മൈൻ. അവൻ അവൻ്റെ വർക്ക് ചെയ്യുന്നു, ഞാൻ എൻ്റെയും. ഇത് ആ പോയത്തിലുള്ള ഒരു ലൈനാണ്. ഹി വർക്ക്സ് ഹിസ് വർക്ക് ഐ മൈൻ. In the final stanza, Ulysses addresses the mariners with whom he has worked, travelled, and weathered life's storm over many years. He declares that although he and they are old, they still have the potential to do something noble and honorable before the long day wanes. He encourages them to make use of their old age because this not too late to seek a newer world. He declares that his goal is to sail onward beyond the sunset until his death. Perhaps he suggests they may even reach the happy isles or the paradise of perpetual summer described in Greek mythology
were great heroes like the warrior Achilles were believed to have been taken after their deaths. Although Ulysses and his mariners are not as strong as they were in youth, they are strong in will and are sustained by their resolve to push onward relentlessly, to strive, to seek, to find, and not to yield. ഫൈനൽ സ്റ്റാൻസയിൽ യൂലിസസ് അഡ്രസ്സ് ചെയ്യുന്നത് മാരിനേഴ്സിനെയാണ്, നാവികരെയാണ്. അവർ അവൻ്റെ കൂടെ, യൂലിസസിൻ്റെ കൂടെ വർക്ക് ചെയ്തു, പ്രവർത്തിച്ചു, ട്രാവൽ ചെയ്തു, സഞ്ചരിച്ചു. ആൻഡ് വെതേർഡ് ലൈഫ് സ്റ്റോംസ് ഓവർ മെനി ഇയേഴ്സ്, വർഷങ്ങളോളം ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകളെ അതിജീവിച്ചു. താനും അവരും പ്രായമുള്ളവരാണെങ്കിലും ദീർഘമായ സമയം കുറയുന്നതിന് മുമ്പ് മാന്യമായ എന്തെങ്കിലും ചെയ്യാൻ അവർക്കിപ്പോഴും കഴിവുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഒരു പുതിയ ലോകം കണ്ടെത്താൻ, ഒരു പുതിയ ലോകം തേടാൻ ഈ സമയം ഒട്ടും വൈകിയിട്ടില്ല, ഒട്ടും ലേറ്റായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ബാക്കിയുള്ളവരെ എൻകറേജ് ചെയ്യാണ് ടു മേക്ക് യൂസ് ഓഫ് ദെയർ ഓൾഡ് ഏജ്, അവരുടെ ഈ ഒരു പ്രായം യൂസ് ചെയ്യാൻ വേണ്ടി. തൻ്റെ മരണം വരെ സൂര്യാസ്തമയത്തിനപ്പുറം യാത്ര ചെയ്യുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അയാൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ നമ്മൾ ചിലപ്പോൾ ഒരു ഹാപ്പി ഐലിൽ, ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ദ്വീപിൽ എത്തിച്ചേരാം, അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ശാശ്വത വേനൽക്കാലത്തിൻ്റെ പറുദീസ, യോദ്ധാവ് അക്കില്ലസിനെ പോലെയുള്ള മഹാനായ നായകന്മാർ അവരുടെ മരണശേഷം പിടിച്ചെടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു, അവിടെ എത്തിച്ചേർന്നേക്കാം. പെർപെച്വൽ, നിത്യമായ, ശാശ്വതമായ. യൂലിസസും മാരിനേഴ്സും നാവികരും അവരുടെ യൂത്തിലുള്ളതുപോലെ അത്രക്ക് സ്ട്രോങ് അല്ല എങ്കിലും അവർ വില്ലിൽ സ്ട്രോങ് ആണ്. ദേ ആർ സ്ട്രോങ് ഇൻ വിൽ ആൻഡ് ആർ സസ്റ്റൈൻഡ് ബൈ ദെയർ റിസോൾവ് ടു പുഷ് ഓൺവേർഡ് റെലൻറ്റസ്ലി. അവരുടെ വില്ലിൽ, അവരുടെ ഇഷ്ടത്തിൽ, അവരുടെ ആഗ്രഹത്തിലൊക്കെ അവർ സ്ട്രോങ് ആണ്. അശ്രാന്തമായി മുന്നോട്ട് പോകാനുള്ള അവരുടെ പരിശ്രമത്താൽ നിലനിർത്തപ്പെടുന്നു. സസ്റ്റൈൻഡ് നിലനിർത്തി, റെലൻറ്റ്ലെസ്ലി ഉറച്ച തീരുമാനത്തോടെ, ടു സ്ട്രൈവ്, ടു സീക്ക്, ടു ഫൈൻഡ് ആൻഡ് നോട്ട് ടു yield. പരിശ്രമിക്കാൻ, തേടാൻ, കണ്ടെത്താൻ, വഴങ്ങാനല്ല. നെക്സ്റ്റ് റീക്യാപ്പ്. ടെന്നിസൺ വാസ് ബോൺ ഇൻ Summers by Lincolnshire, a rector's son and fourth of 12 children. After William Wordsworth's death in 1850, Tennyson succeeded to the position of Poet Laureate, which he held until his own death in 1892. His famous works are The Lotus Eaters, In Memoriam A.H.H., Idylls of the King, The Lady of Shalott, etc. Ulysses declares that there is little point in his staying home. He proclaims that he cannot rest from travel. According to Ulysses, to stay in one place is to pretend that all there is to life is the simple act of breathing, whereas he knows that in fact life contains much novelty, and he longs to encounter this. Ulysses then speaks to an unidentified audience concerning his son Telemachus, who will act as his successor while the great hero resumes his travels. In the final stanza, Ulysses addresses the mariners with whom he has worked, travelled, and weathered life storms over many years. അപ്പോൾ ടെന്നിസൺ ലിങ്കൺഷെയറിലെ സൊമേഴ്സ് ബൈയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു റെക്ടറായിരുന്നു. 12 മക്കളുള്ളതിൽ 4ാമത്തെ മകനായിരുന്നു ടെന്നിസൺ. 1850 വില്യം വേർഡ്സ്വർത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം പോയറ്റ് ലോറിയേറ്റ് എന്ന പൊസിഷനിൽ ഇരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം 1892 അതുവരെ ആ പൊസിഷനിൽ അദ്ദേഹം സ്ഥാനം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് The Lotus Eaters, In Memoriam A.H.H., Idylls of the King, The Lady of Shalott ഇതൊക്കെയാണ്. ഇനി ഈ പോയത്തെക്കുറിച്ചാണ് പറയുന്നത്. യൂലിസസ് പറയുന്നു, ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യുന്നത്, അവിടെ തന്നെ താമസിക്കുന്നതിൽ കാര്യമില്ല. അവൻ പ്രഖ്യാപിക്കുന്നു,
കനോട്ട് റെസ്റ്റ് ഫ്രം ട്രാവൽ. ഹി കനോട്ട് റെസ്റ്റ് ഫ്രം ട്രാവൽ. തനിക്ക് യാത്രയിൽ വിശ്രമിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. യൂലിസസിനെ സംബന്ധിച്ചിടത്തോളം ഒരിടത്ത് തന്നെ താമസിക്കുക എന്നുള്ളത് ശ്വാസോച്ഛ്വാസം ബ്രീത്തിങ് എന്ന ലളിതമായ പ്രവൃത്തി മാത്രമാണ് ജീവിതത്തിലുള്ളത് എന്ന് നടിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഒരുപാട് പുതുമകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് അവനറിയാം. ആൻഡ് അത് എല്ലാം നേരിടാൻ അയാൾ കൊതിക്കുകയും ചെയ്യുന്നു. പിന്നീട് യൂലിസസ് ഒരു അൺഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ഓഡിയൻസിനോട് അജ്ഞാതമായിട്ടുള്ള പ്രേക്ഷകരോട് സംസാരിക്കുകയാണ് അബൌട്ട് ഹിസ് സൺ ടെലമാക്കസ്. യൂലിസസ് ഈ യാത്രകൾ തുടരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ മകൻ എന്ന് പറയാണ്. അവസാനത്തെ സ്റ്റാൻസയിൽ യൂലിസസ് തൻ്റെ കൂടെയുള്ള മാരിനേഴ്സിനെ നാവികരെ അഡ്രസ്സ് ചെയ്യുന്നു, അവരെ സംബോധന ചെയ്യുന്നു. അവർ യൂലിസസിൻ്റെ കൂടെ വർക്ക് ചെയ്തു, സഞ്ചരിച്ചു, അവരെ ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റുകൾ അതിജീവിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റീക്യാപ്പിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഗ്ലോസറി. ഹെർത്ത് ഫയർ പ്ലേസ് അടുപ്പ്, ലീസ് റിമൈൻസ് ബാക്കി പത്രങ്ങൾ അവശിഷ്ടങ്ങൾ എന്നൊക്കെയാണ്. വൈൽ ഡിഗ്രേഡഡ് നീചമായ തരം താഴ്ന്ന, പ്രുഡൻസ് കെയർഫുൾനെസ് വിവേകം, സ്ട്രൈവ് സ്ട്രഗിൾ പോരാട്ടം പരിശ്രമം, ഫറോ ട്രഫ് ചാല് തൊട്ടി. നെക്സ്റ്റ് ആക്ടിവിറ്റീസ്. സേ വെദർ ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ ട്രൂ ഓർ ഫാൾസ്. എ. ടെന്നിസൺ വാസ് എ റൊമാൻറ്റിക് പോയറ്റ്. അത് ഫാൾസ് ആണ്. ടെന്നിസൺ റൊമാൻറ്റിക് പോയറ്റ് അല്ല. ആഫ്റ്റർ കൊളറിഡ്ഗസ് ഡെത്ത് ടെന്നിസൺ സക്സീഡഡ് ടു ദ പൊസിഷൻ ഓഫ് പോയറ്റ് ലോറിയേറ്റ്. അത് ഫാൾസ് ആണ്. വില്യം വേർഡ്സ്വർത്തിൻ്റെ മരണത്തിന് ശേഷമാണ് പോയറ്റ് ലോറിയേറ്റ് എന്നുള്ള സ്ഥാനം ടെന്നിസന് കിട്ടിയത്. അപ്പോൾ അത് ഫാൾസ് ആണ്. നെക്സ്റ്റ്, യുലിസസ് ഹാസ് ദ അണ്ടർലൈങ് തീം ഓഫ് ദ ക്വസ്റ്റ് ഫോർ നോളജ്. ട്രൂ ആണ്. യുലിസസ് ഡിക്ലെയർസ് ദാറ്റ് ഇറ്റ് ഈസ് ബോറിംഗ് ടു സ്റ്റേ ഇൻ വൺ പ്ലേസ്. ട്രൂ ആണ്. ടെലമാക്കസ് ഇസ് ദ ബ്രദർ ഓഫ് യുലിസസ്. അത് ഫാൾസ് ആണ്, സൺ ആണ്. ഓക്കെ, നെക്സ്റ്റ്, റൈറ്റ് ഡൗൺ ദ ക്വാളിറ്റീസ് ഓഫ് യുലിസസ് ആസ് എ ലീഡർ. അത് നമുക്ക് പറയാൻ പറ്റും, മറ്റുള്ളവരെ കൂടെയുള്ള നാവിഗേഴ്സിനെ മാരിനേഴ്സിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുതന്നെയാണ് ഒരു ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. അത് മാത്രമല്ല, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, യാഥാർത്ഥ്യം എന്തെന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു ലീഡറിൻ്റെ ക്വാളിറ്റി. അതൊക്കെ യുലിസസിൽ എങ്ങനെ പ്രകടമാക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ പറയാം. നെക്സ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻസ്. റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദ ഫോളോയിങ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ യുലിസസ് ആസ് എ ഡ്രമാറ്റിക് മോണോലോഗ്. അപ്പോൾ ഡ്രമാറ്റിക് മോണോലോഗ് എന്താണെന്ന് വെച്ചാൽ ഒരാൾ സ്വയം പറയുന്നതാണ്. ഒരു ഡ്രാമ രൂപത്തിൽ, ഒരു നാടക രൂപത്തിൽ ഒരാൾ മറ്റൊരാളോട് പറയുന്നത്. ആ മറ്റൊരാൾ എന്നുള്ളത് അജ്ഞാതമാണ്. അത് മേ ബി നമ്മളാവാം, ഓഡിയൻസ് ആവാം, നമ്മളത് വായിക്കുന്ന ആളുകൾ, നമ്മൾ റീഡേഴ്സ് ആവാം, അല്ലെങ്കിൽ വേറൊരാളാവാം, അങ്ങനെ ആരും ആകാം. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്, ഈ പോയത്തിൽ പറയുന്നത് ഒരേ ഒരാളാണ്. യുലിസസ് നമ്മളോട് പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ മാരിനേഴ്സിനോട് പറയുന്നത് പോലെയാണ്. അപ്പോൾ അതിനെയാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാട്ട് ഡസ് യുലിസസ് വാണ്ട്? വാട്ട് ഈസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ലൈഫ് ഇൻ ഇത്താക്ക? യുലിസസിന് എന്താണ് വേണ്ടത്? ഇത്താക്കയിലെ ജീവിതവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? യുലിസസ് ഇത്താക്കയിലെ കിങ് ആണ്. അദ്ദേഹം വീടിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, ക്യാരക്ടർ സ്കെച്ച് ഓഫ് യുലിസസ്. യുലിസസിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. നെക്സ്റ്റ്, അറ്റംപ്റ്റ് ആൻ എസ്സേ ഓൺ ദ ഫോളോയിങ്. ദ പോയം divides into 3 sections. Explain the main ideas of each section. ഓക്കെ, അത് നമുക്കറിയാം. ആദ്യത്തെ സെക്ഷനിൽ പറയുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ താമസിക്കുന്നത് അത് ഒരു കാര്യമുള്ള കാര്യമല്ല. അത് ജസ്റ്റ് നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണത്. അങ്ങനെയൊക്കെയാണ് ഒരു ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത്. സെക്കൻഡ് സെക്ഷനിൽ അദ്ദേഹത്തിൻ്റെ മകൻ ടെലമാക്കസിനെ കുറിച്ചാണ് പറയുന്നത്. തേർഡ് സെക്ഷനിൽ പറയുന്നത് ആ മാരിനേഴ്സിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരോട് പറയാണ്, അവർക്ക് പ്രായം ഒരുപാടുണ്ട്. യുലിസസിനും അവർക്കൊക്കെ ഒരുപാട് പ്രായമുണ്ട്. അവരുടെ യൂത്ത് അല്ല, കുറച്ചുകൂടി മുതിർന്നവരാണ്. പക്ഷേ എന്നാൽ പോലും അവരുടെ ഇഷ്ടങ്ങളുടെ, അവരുടെ ആഗ്രഹങ്ങളുടെ ഒക്കെ ആ ഒരു അതിൻ്റെയൊക്കെ ഒരു സ്ട്രോങ്ങസ്റ്റും ഉണ്ട്.
അവർക്ക് ലൈഫിൽ എന്തും നേടാം എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കുന്നതും ഒക്കെയാണ് തേർഡ് സെക്ഷൻ. നെക്സ്റ്റ്, വാട്ട് യുലിസസ് ഹാഡ് ഡൺ ബിഫോർ ആസ് എവിഡൻസ്ഡ് ഇൻ ദ പോയം എക്സ്പ്ലെയിൻ. ഈ പോയത്തിൽ ഒരു എവിഡൻസ് പോലെ, ഒരു തെളിവ് പോലെ യുലിസസ് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ട്രോജൻ വാറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് നഗരങ്ങൾ, അവരുടെയൊക്കെ ജീവിത രീതികൾ, പോലെ കാലാവസ്ഥകൾ, കൗൺസിലുകൾ, ഗവൺമെൻറ്, ഇതൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്, ഇതൊക്കെ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്രയുമാണ് ആൽഫ്രഡ് ലോർഡ് ടെന്നിസൻ്റെ യുലിസസ് എന്നുള്ള പോയം. താങ്ക് യു.